ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബോൾസത്തിൻ്റെ മുരടിപ്പ് എങ്ങനെ മാറ്റുക എന്നുള്ളതാണ്. ബോൾസ് വാങ്ങി ജിഫി പ്ലാന്റ് ആയിട്ടുള്ള ബോൾസാണ് വാങ്ങിച്ചത്. പതുക്കെ എൻ്റെ വളർച്ച പതുക്കെയുള്ള വളർച്ചയായിരുന്നു. പിന്നെ വളർന്ന് പൂക്കളായി തുടങ്ങിയപ്പോൾ തന്നെ അതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിന് മുരടിപ്പ് ബാധിച്ചു. അപ്പോൾ എനിക്കാകെ ഫീലായി. കാരണം ഒരു ചെടി വളർന്ന് പൂവിടുന്ന സമയമാകുമ്പോഴേക്കും അതിൻ്റെ മുരടിപ്പ് ബാധിച്ചാൽ പിന്നെ പ്ലാന്റ്സ് പെട്ടെന്ന് നശിക്കുന്നുള്ള ഇതിൽ ഞാൻ എങ്ങനെയാണ് അത് മാറ്റിയെടുക്കുക എന്ന് വിചാരിച്ചപ്പോഴാണ്. പല വീഡിയോസിലും പല ഇതും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ മുരടിപ്പ് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു ലിക്വിഡ് ഉണ്ടാക്കി അത് ആ മരുന്ന് തളിച്ചതിന് ശേഷം പ്ലാന്റ്സിന് നല്ല മാറ്റം വന്നു. അപ്പോൾ ഞാൻ അത് നിങ്ങളിലും കൂടി ഇവിടെ എത്തിക്കാൻ. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് ബോൾസ് എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചവർക്കൊക്കെ പരാതിയുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ മുരടിപ്പ് ബാധിച്ച് ഫ്ലവറിങ് ആയിട്ട് ശേഷമാണ് ഇങ്ങനെ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മരുന്ന് തളിച്ചതിന് ശേഷം എൻ്റെ ചെടികളിലേക്ക് മുരടിപ്പ് മാറി ഇപ്പോൾ ഫ്ലവറിങ് ആയി തുടങ്ങി. അപ്പോൾ ഞാനത് നിങ്ങളെയും കൂടി അത് എന്താ ചെയ്തതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യം കുറച്ച് തൈരെടുത്തു. പിന്നെ 1 സ്പൂൺ 2 സ്പൂൺ അങ്ങനെയൊക്കെ കണക്കാക്കിയെടുത്ത് അത് നമ്മൾ എത്ര പ്ലാന്റ്സ് ഉണ്ടെച്ചോ അതിനനുസരിച്ച്. ലിക്വിഡായിട്ടുള്ള സോപ്പിൻ്റെ വല്ല ലിക്വിഡോ, ഞാൻ വിമ്മിൻ്റെ ലിക്വിഡ് എൻ്റെ അടുത്തുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതെടുത്തു. പിന്നെ വിനാഗിരി ഒരു മൂടിയോ 2 മൂടിയൊക്കെ എടുക്കുക. പിന്നെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തു. പിന്നെ ഞാൻ അതിന് മുമ്പ് അത് തളിക്കുമ്പോൾ നമ്മളെ വേപ്പെണ്ണയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഈ വീഡിയോസിൽ ചേർക്കാൻ മറന്നതാണ്. ഞാൻ എൻ്റെ പ്ലാന്റ്സിൻ്റെ ഇതൊക്കെ മാറിയതിന് ശേഷം ഞാൻ രണ്ടാമത് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ പിന്നെ ഒന്നും കൂടെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് ഞാൻ ഒരു പ്രാവശ്യം ഒഴിച്ചാൽ ചെടിയിൽ സ്പ്രേ ചെയ്താൽ പോരാ, ഒരു സ്പ്രേയർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനും എൻ്റെ സ്പ്രേയർ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ പിന്നെ കൈ കൊണ്ട് തളിച്ച് കൊടുക്കുക ചെയ്തത്. ഒരാഴ്ചയിൽ 3 പ്രാവശ്യമൊക്കെ ചെയ്യണം കേട്ടോ. അസുഖം വരുന്നതിന് മുമ്പ് തന്നെ ചെയ്യാനൊക്കെ വരാതിരിക്കും. പക്ഷെ നമുക്ക് അസുഖം വരുന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. വന്നു കഴിഞ്ഞാലല്ലേ നമുക്ക് ഇനി എന്താ ചെയ്യുക എന്നുള്ളൊരു ചിന്ത വരുള്ളൂ. ഞാൻ ആഴ്ചയിൽ 3 പ്രാവശ്യമൊക്കെ ആദ്യത്തെ ആഴ്ച ചെയ്ത് കൊടുത്തു. രണ്ടാമത്തെ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്തു. അപ്പോഴേക്ക് തന്നെ മുരടിപ്പൊക്കെ മാറി കേട്ടോ. പിന്നെ ഞാൻ നിർത്തണില്ല. ആഴ്ചയിൽ 1 പ്രാവശ്യം അങ്ങനെ ചെയ്ത് കൊടുക്കുക. നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ലല്ലോ. അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പ്ലാന്റ്സ് കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. പിന്നെ ഹൈബ്രിഡ് ബോൾസും തണുപ്പുള്ള പ്രദേശത്ത് മാത്രമല്ല, നമ്മളുടെ പാലക്കാട് ജില്ലയിലും എല്ലാ ഭാഗത്തും നന്നായിട്ട് വളരുന്ന പ്ലാന്റ്സ് തന്നെയാണ്. വളരാനും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ മുമ്പൊക്കെ വിചാരിച്ചിരുന്നു ഈ പ്ലാന്റ്സ് വളർന്നു വരാൻ നല്ല ബുദ്ധിമുട്ടാണെന്നൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ വളർത്തി നോക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടേ അല്ല. പിന്നെ അത്ര വേഗമൊന്നും പോവില്ല. പിന്നെ നമ്മൾ കട്ടിങ്സ് എടുത്തിട്ട് പ്ലാന്റ്സ് കൈ കിട്ടിയ കട്ടിങ്സ് എടുത്ത് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുക. ഇനി മുമ്പത്തെ പ്ലാന്റ്സ് പോവുകയാണെങ്കിൽ നമ്മളടുത്ത് എപ്പോഴും പ്ലാന്റ്സ് ഉണ്ടാവുമല്ലോ. അതിപ്പോൾ ഏത് പ്ലാന്റ്സ് ആണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യണം. അങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക. എനിക്ക് സക്സസ് ആയിട്ട് നിങ്ങൾക്കും സക്സസ് ആവട്ടെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.